Guys, I am going to Bangalore. Why? അപ്പോൾ തന്നെ പറയാമല്ലേ സർപ്രൈസ് ഞാൻ പറയട്ടെ ഇങ്ങോട്ട് എന്തിനൊക്കെ അങ്ങനെ guys, ഞാനും എന്താ പറയാ ചെറിയൊരു ഷോപ്പിൽ അല്ലേ മൈക്കില്ല അതുകൊണ്ട് ഇനി വോയിസ് ക്ലിയർ ആണോന്ന് അറിയില്ല. അവിടെ കുറച്ചുകൂടെ പോകണം. അപ്പൊ എന്തിനാ വിഞ്ചിപ്പോ പുറത്ത് കറങ്ങണേ? ബൈപ്പാസിന്റെ ഇറക്കത്തിലാ മന്തിന്റെ അവിടെ അല്ലേ ഷവായ കപ്പിന്റെ അവിടെ അല്ല മന്തി ഇല്ലേ മന്തി ആ ഇറക്കത്തിലുള്ള മധുബി അങ്ങനെ പോയിക്കോളെ എന്തിനു വേണ്ടി ഇറങ്ങണേ? നമ്മളുടെ അളിയൻ്റെ ബർത്ത്ഡേക്ക് അല്ല എൻ്റെ അളിയൻ്റെ ഓളെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിക്കാൻ പോകും. ആക്ച്വലി ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. ഇന്ത്യ ബാബുവിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് നമ്മൾ മൂന്നാർക്ക് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ ബിന്ദിക്ക് നിർഭാഗ്യവശാൽ പക്ഷെ ഓക്ക് വേറൊരു ഭാഗ്യമുണ്ട്. വേറെ കാര്യം ഓള് ബാംഗ്ലൂർക്കും നമ്മൾ പോണത് മൂന്നാർക്കുമാണ് പോണത്. അപ്പോൾ ഓക്ക് എന്തായാലും ഈ ബാബുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് ഉണ്ടാവാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓള് വിചാരിച്ച് അതെ കൊടുക്കാൻ വേണ്ടി. പക്ഷെ എന്തേലും ഇതുവരെ ഒക്കെ ആ ഒരു പ്ലാൻ ചെയ്തു പെട്ടെന്നുണ്ടായ പ്ലാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു പർച്ചേസിന് വേണ്ടിയിട്ട് പോണത് ഞാനും ഓള് മാത്രമേ ഉള്ളൂ. കുറേ കാലത്തിന് ശേഷം നമ്മൾ അത് രാത്രി. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ഇന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ 11 10 10 11 ആയിട്ട് അതിൻ്റെ ഉള്ളിൽ 10 11 അല്ലെങ്കിൽ അങ്ങനെ ഗൈസ് നമ്മൾ ഷൂ എടുക്കാൻ പോയ ആൾക്കാർ നേരെ ഷർട്ട് എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ബന്ധിക്ക് തന്നെ എന്തെടുക്കണം എന്ന കൺഫ്യൂഷൻ. I don't know guys what I buy this. That's it. നമുക്കെന്തടി തോള അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏതായാലും എന്താ എനിക്കൊരു നോട്ടം. ഞാൻ ഇന്ന് നോക്കുകയാണ് ബാക്കത്തെ കണ്ണാടിൽ. ഞങ്ങൾ ഷൂ നോക്കി പക്ഷേ ഷൂ എന്താ പറയുക സൈസ് ഉള്ള പറ്റിയ ഒരു മോഡലില്ലേ നമുക്ക് എല്ലാം ബിഗ് സൈസ് വേണമെന്ന് അതുകൊണ്ടില്ല. അപ്പം അതിനെ തൊട്ടപ്പുറത്തൊരു ഷോപ്പായിട്ട് അവിടെ കയറി ഷർട്ട് നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ബാബു വന്നിട്ടില്ല. ബാബു താടി പൊടി വെക്കാൻ വേണ്ടി പോയത്. ഓൺ ദ വേ ഞോല് വന്നിട്ട് നമുക്ക് നോക്കിയിട്ട് പോവാം എന്ന് വിചാരിച്ചു. എന്നാലും ഞാൻ സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞിരിക്കണം. അപ്പം ഞോനക്ക് ഇഷ്ടപ്പെട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിലും ഓനക്കാർ എന്തോന്നുണ്ട് എന്നുള്ള കാര്യം. പിന്നെ അപ്പം സർപ്രൈസ് ഇനിയിപ്പോൾ ഇന്ന് കൊടുക്കുമ്പോൾ തന്നെ സർപ്രൈസ് ഒക്കെ പറ്റില്ല. മാറ്റാൻ നടക്കണ്ടല്ലോ അല്ല അതാവുമ്പോൾ. ഓനെ വന്നിട്ട് ഇട്ടിട്ട് പോയാൽ അവനക്ക് കംഫർട്ടബിൾ ആയിട്ട് എടുക്കാമല്ലോ. സത്യത്തിൽ ഈ ബാബുവിനെ കാണുന്ന ടൈമിലൊക്കെ ബിന്ദിനെ നച്ചൂരി മാതിരി ഉണ്ടായിരുന്നില്ല ബിന്ദ. ബട്ട് നൗ ഞാൻ വളർന്ന് വലിയൊരു കുട്ടിയായി ഗായ്സ്. വളർന്ന് മൊരടിച്ചു പോയി. 18 years old. ജാലിച്ചൊക്കെ ചെറുപ്പത്തില് ഞാൻ ഫോട്ടോ വെക്കട്ടെ ബിന്ദിന്റെ കല്ല്. അഞ്ചാം ക്ലാസ്സിനാണ് അവനെ കാണൽ തുടങ്ങിയത്. 5 6 7 8 9 പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് കാലം 10 +1 +2 പിന്നെ മറ്റേ ഡിപ്ലോമ പഠിച്ചില്ല. അത് ഇപ്പോൾ ഏവിയേഷൻ പഠിക്കണേ. 10 വർഷം 11 years ആയി ഞങ്ങൾ തമ്മിൽ. അപ്പം എൻ്റെ അത്രയും ഇതിലുള്ള അതല്ല ബിന്ദിക്ക് ഭയങ്കര ചേഞ്ചാണ് ഈ ഒരു ടൈമിലൊക്കെ വന്നിട്ടുണ്ട്. ഓളെ അപ്പത്തെ ഫോട്ടോയും ഇപ്പത്തെ ഫോട്ടോയും ഞാൻ വെക്കാം. അതല്ല അല്ല ബാബുവിന് കഴിഞ്ഞ ബർത്ത്ഡേ അന്നേജ് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യില്ല. എനിക്ക് ഓർമ്മ ഉണ്ടത്. അത് എൻ്റെ കല്യാണത്തിൻ്റെ അല്ലേ? ഞങ്ങളെ കല്യാണത്തിന് അന്ന് ആ ഫുള്ള് കമ്പനി നിറച്ചു ചെയ്തു. അന്നത്തെ ഇജ്ജാണപ്പോൾ അന്നത്തേക്കാണ് ഇപ്പോൾ ലുക്ക് കുറഞ്ഞിക്കാണ്. അയ്യോ ഭയങ്കര ക്യാബിൻ ക്രൂ യുനോ. ഗയ്സ് ഐ ആം ഗോയിങ് ടു ബാംഗ്ലൂർ. അപ്പോൾ തന്നെ പറയാമല്ലേ സർപ്രൈസ്. ഞാൻ പറയട്ടെ ഇതിൽ കൂട്ടോ. ഞാൻ പറയട്ടെ നിങ്ങൾക്കൊന്നിലും പറ്റൂല എനിക്ക് നീ വാങ്ങിക്കോട്ടെ പറയില്ലെങ്കിൽ ഞാൻ പറയും ഇന്ത്യ പൊട്ടിക്കും. ഇതിൽ കളിക്കാൻ നിൽക്കല്ലേ ദിലോ. അല്ലെങ്കിൽ എനിക്കൊരു ഷർട്ട് ടീഷർട്ട് മതി. നാളെ പോകുമ്പോടാ തള്ളമായിട്ട് അയ്യേ കുറച്ച് പട്ടിഷ ഉണ്ടെന്നുള്ള പാവാണ് ആള് സത്യത്തില്. കുറച്ച് ജാടക്കാരി എന്നൊക്കെ തോന്നി. പിന്നെ ദിലുവിന്റെ അനിയത്തിയെന്ന് പറയുമ്പോൾ കുറച്ച് പട്ടിഷ വേണ്ട കാര്യം. അതിന്റെ അഡ കൂടെ അതൊക്കെ അതല്ല എന്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം ഞാൻ എന്താണെന്നുള്ളത്. അതേമാതിരി ഇന്ത്യക്കാട്ടൊരു പൊടി പിരി ലൂസ് വെക്കാന്നുള്ള കാര്യം ഓർക്കാറിയാം.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വീഡിയോയിൽ നിങ്ങൾ എപ്പോഴും കമന്റ് ഇടയില്ലേ ബിന്ദി എന്തിനാ ഇങ്ങനെ വിളിച്ചേട്ടാ ഞാൻ ഇങ്ങനെയാണ് ഗൈസ് ഞാൻ പിന്നെ നിങ്ങളെ ഓള് എങ്ങനെയാ പറയാ ഈ എണ്ണയിൽ എണ്ണ തിളക്കുമ്പോ കടുകില്ല അതേമാതിരി കടുക് മതിട്ടുള്ളൂ 24 മണിക്കൂർ ഇങ്ങനെയാണ്. പിന്നെ ഞങ്ങളോട് മാത്രമായിട്ട് തന്നെ ഇങ്ങനെ ഞാൻ പറ ഇങ്ങനെ ഇത് വെച്ചില്ല ദാറ്റ്സ് നോട്ട് മൈ ക്യാരക്ടർ. അപ്പൊ എന്തായാലും ബാബുവിന് ഷോപ്പിംഗ് വ്ളോഗ് എന്തായാലും ഒരു ചെറിയൊരു Q&A വ്ളോഗായി മാറി. അപ്പൊ എന്തായാലും ഞങ്ങൾ നാളെ ഒരു ട്രിപ്പ് പോവാണ്. എന്നീ നാളല്ലേ നിങ്ങൾ നാളെ പോകും ഞാൻ 12 വന്നിട്ടുണ്ട്. ബാബുവിന്റെ ബർത്ത്ഡേ ഒക്ടോബർ 14 ആണ്. നമ്മൾ സത്യത്തിൽ ലാസ്റ്റ് സപ്പറഞ്ഞ് ബർത്ത്ഡേ അല്ല ഞാൻ അതിനെ ആരും നിർബന്ധിക്കലില്ല. എനിക്കൊരാഗ്രഹമുണ്ട് നമുക്ക് വെയ്ക്കണ വരെ എന്തേ എനിക്ക് വേണുണ്ടോ നമുക്ക് ആവതുള്ള ടൈം വരെ ഞാൻ എന്തായാലും ഒന്നിട്ട് തന്നിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കും. അതിൻ്റെ ഒരു ഹാപ്പിനെസ്. അപ്പം അത്രേ ഉള്ളൂ. ഇജു അങ്ങനെ തന്നെ അല്ലേക്കാരം ആലിലേക്കാരം അതെ അതെ. അപ്പം അങ്ങനെയൊക്കെയാണ് ബിന്ദിൻ്റെ വ്ളോഗ്. പോയി വന്നതിന് മുടി വെട്ടാൻ വേണ്ടി പോയതാണ്. ഭയങ്കര കുറവ് എന്തോ മുടിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബിന്ദി പറയുന്നത് ഭയങ്കര പട്ടിച്ചോ. അങ്ങനെ ബാബു ഈ ടൈമിൽ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഇഷ്ടപ്പെട്ടു, പക്ഷെ നമുക്ക് ആ ഒരു സൈസ് കറക്റ്റ് കിട്ടിയില്ല. എനിക്ക് പറ്റുമോ? ബ്ലൂ അല്ലാത്ത വേറെ കളർ ഉണ്ടാവില്ല? ഇങ്ങോട്ട് ഹിന്ദി ഇന്നലെ വാങ്ങി തന്ന ഗിഫ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ച്. ഇതാണ് കേട്ടോ, കണ്ടിട്ടാവോ? ബെല്ലവിറ്റിയുടെ കോംബോ പാക്ക് ആണ് കേട്ടോ. ഇത് റിവ്യൂ എടുക്കാവോ? റിവ്യൂ എടുക്കല്ല പറയാം. ബെല്ലവിറ്റിയുടെ കോംബോ പാക്ക് ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാ? കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് കുറച്ച് വലിയ സുഖമാണ്. അത് ബിന്ദി വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്കൊക്കെ കുറച്ച് വലുത് വേണ്ടോണ്ട്. ഏത് അദ്രോസ് നോക്കട്ടെ. ഒരുപാട് മണത്ത് എടുത്തല്ലോ അതൊക്കെ. ആന്ന് സംഭവം പാക്കിംഗ് ഒക്കെ നല്ല രസമുണ്ടല്ലേ. ഇതിൽ ഒരു സ്മെല്ലിക്ക് ഇഷ്ടമായില്ല. അത് ഈ മണം എനിക്കിഷ്ടല്ല. ഊതൊക്കിഷ്ടല്ല. ഈ മണം ഇന്നലെ മേത്തുനിന്ന് പോകാഞ്ഞിട്ട് കുറേ കിടങ്ങാറിയാണ് ഞാൻ. ഊതൊക്കിഷ്ടമില്ല. നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കേട്ടോ. അടിപൊളി കുറച്ച് വീഡിയോകൾ വരാണ്ട് അല്ലേ. ഞങ്ങളുടെ യാത്രകൾ ഇന്ന് ആരംഭിക്കും, നൈറ്റിൽ ആരംഭിക്കും.